ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങക്കായ, പരിപ്പ്, ഉണക്ക ചെമ്മീൻ പൊടി, ഇത് മൂന്നും ചേർത്തിട്ടുള്ളൊരു നാടൻ കറിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അത്രയ്ക്കും അടിപൊളി കറിയാണ് ഞാനിവിടെ, ആ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും തരാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ലൈക്കും കമൻറ്റും മറക്കാതെ തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 75 ഗ്രാം പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ അവിടെ മാറ്റി വയ്ക്കുന്നു. അടുത്തതായിട്ട് മുരിങ്ങക്കായ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മുരിങ്ങക്കായാണിത്. അത്യാവശ്യം കൂടുതലാണിത്, അത്രയൊന്നും ആവശ്യമില്ല. അതുകൂടാതെ ഒരു സവോള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്ക ചെമ്മീൻ പൊടിയാണ്. അത് ഞാൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാനിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം പാനിലേക്ക് ഇടാൻ. ഇത് ഇനി നല്ല ഡ്രൈ ആവുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഫ്രൈ ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ ഫ്രൈ ചെയ്താൽ മാത്രമാണ് ഇത് കരിയാതെ കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ തീയിട്ട് വേണം. ഇതിലെ വെള്ളം മുഴുവൻ ഡ്രൈ ആയി പോകണം. അതുവരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ. ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 മുറി നാളികേരം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ പൊടി ഇതിലേക്ക് ഇടുന്നു. കൂടാതെ ഒരു 4 വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ചട്ടിയാണ് ഞാൻ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. ഒരുപാട് വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. വെറും 1 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി കേട്ടോ. അതിനുശേഷം ഞാനൊരു തക്കാളി അവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ മറന്നതാണ്. അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് 1 മിനിറ്റും കൂടെ ഈ തക്കാളിയോട് കൂടി വഴറ്റിയെടുക്കാം. നിങ്ങളൊരു കാരണവശാലും ഒരുപാട് നേരം വഴറ്റിയിട്ട് സമയം കളയേണ്ട. 2 പ്രാവശ്യം ഓരോ മിനിറ്റ് നേരം വഴറ്റുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തൽക്കാലം കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് നോക്കിയതിന് ശേഷം ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കരിയാതിരിക്കാൻ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ഒരുപാട് ചൂടായി കിടക്കുന്ന കാരണം പെട്ടെന്ന് കരിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റായി. അതിനുശേഷം ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം.
2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങാക്കോല് മൊത്തമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ മുരിങ്ങാക്കോലെല്ലാം വെന്ത് കിട്ടുന്നതാണ്. 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ ഞാൻ പരിപ്പ് റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ പരിപ്പ് നല്ല രീതിയിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോൽ 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ മുരിങ്ങാക്കോലൊക്കെ നല്ല രീതിയിൽ വെന്ത് കാണും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുരിങ്ങക്കായ നല്ല രീതിയിലൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയധികം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് മുരിങ്ങക്കായ ബാലൻസ് ഉണ്ടായിരുന്നു ഓണത്തിന് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ഞെട്ട് കൊടുത്തത്. ഇനി പരിപ്പ് വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 2 മുരിങ്ങക്കായ ധാരാളമായിരിക്കും ഇതിൽ. ഞാനിതിൽ 4-5 മുരിങ്ങക്കായ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കേട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ നമ്മൾക്ക് നല്ല രീതിയിൽ തിളന്നതായിട്ട് കാണാം. അപ്പോൾ അത് അവിടെ തിളച്ച് കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മുടെ അരപ്പാണ്. തേങ്ങയുടെ മിശ്രിതം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. തേങ്ങ, ജീരകം, ചെമ്മീൻ പൊടി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നോക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ലൂസായിട്ട് ഉണ്ടാക്കിയാൽ ഈ കറി ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അത്യാവശ്യം കുറച്ച് കട്ടിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയാലാണ് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വീണ്ടും ഒന്ന് തിള വരുന്നത് വരെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നു നോക്കിയാൽ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്ന് കാണാം. അത് നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കറിയുടെ പരുവം നല്ല കറക്റ്റായിട്ടുള്ള ഗ്രേവിയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിക്കുന്നു. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്യാദി സാമഗ്രികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള അടിപൊളി സുന്ദരമായിട്ടുള്ള ഒരു മുരിങ്ങക്കായ ചെമ്മീൻ പൊടി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിലേക്ക് മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, വെള്ളയപ്പം ഇതിലേക്കെല്ലാം നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും നിർബന്ധമാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം പോയാൽ മതി കേട്ടോ.